പരപുരുഷ ബന്ധത്തിൽ സംശയം തോന്നിയ ഭർത്താവ് ഭാര്യയെ സയനൈഡ് കൊടുത്ത് കൊന്ന് ശരീരഭാഗങ്ങൾ പീസ് പീസാക്കി പൊടിയിലെറിഞ്ഞു. സമ്മതിച്ച് തരണോടാ, അടിപൊളി. പരസ്ത്രീ ബന്ധം പുലർത്തിയ ഭർത്താവിനെ ഉറക്കത്തിനിടയിൽ ഭാര്യ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു ചുട്ട് ചാമ്പലാക്കി. മിടുക്കി മിടുക്കി. പെമ്പിള്ളേരായ ഇങ്ങനെ തന്നെ വേണം. ബലിയുടെ ഒരു അസ്ഥി കഷ്ണം പോലും കിട്ടാൻ പാടില്ല. ഇങ്ങനെയാണോ അവനൊക്കെ ഇങ്ങനെ തന്നെ കത്തിച്ച് കൊല്ലണം. അതാണ് പെമ്പിള്ളേർ. ശരീരത്തിന് നല്ലത്. എന്തോന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ? ഓ എന്തോ പറഞ്ഞല്ലോ തോന്നി. നിന്റെ തോന്നലാ നമ്മുടെ ബന്ധം ഇത്ര വഷളാക്കിയത്. പിന്നെ വലിയ പുണ്യാളാൻ വന്നിരിക്കുന്നു. എന്തോന്ന്? എനിക്ക് വിശക്കുന്നു. ഫ്രിഡ്ജിൽ ബോൺവിറ്റ കലക്കി വെച്ചിട്ടുണ്ട്, അത് പോയി എടുത്ത് കുടിക്കും. ആക്കിയതാണല്ലേ മോള്? കുട്ടിക്കാലത്തുണ്ടല്ലോ എന്റെ അമ്മ എല്ലാ ദിവസവും ബോൺവിറ്റ് ഹോർലിക്സും കലക്കി തന്നെ എന്നെ വളർത്തിയത്. കേട്ടാ കേട്ടാ? അമ്മ മുലപ്പഴി തന്നിട്ടില്ലല്ലേ? അതിന്റെ കുറവുണ്ട് ഇതില്. എനിക്ക് വിശക്കുന്നെന്ന്. നിനക്ക് വിശക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും നാളെ നമ്മൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് കുക്ക് ചെയ്തോണ്ടിരുന്നത്. അതുപോലെ പോയി കുക്ക് ചെയ്താൽ മതി. പറഞ്ഞു മനസ്സിലായ? പിന്നെ ഒരു കാര്യം, ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അതിൽ ഏതെങ്കിലും കൈ വെച്ച എന്റെ തനി സ്വഭാവം നീ അറിയും. തനി സ്വഭാവം എന്താണ് നിന്റെ തനി സ്വഭാവം? കച്ചറേ വിത്തോണം 10 ഗുണം. ഈ വിത്തോണം 10 ഗുണം എന്ന് പറഞ്ഞ നീ എന്റെ അച്ഛൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ? എന്റെ അച്ഛൻ മറട്ടെ, നിന്റെ ഈ നാടകം ഉണ്ടല്ല, അതെല്ലാം ഞാൻ പൊളിച്ച് അടുത്ത് കൈ വെച്ച് തരും. എന്തോ നാടകം? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, പല സമയത്ത് പല സ്വഭാവം കാണിക്കുന്നത്. എന്റെ അച്ഛനെ കാണുമ്പോ എന്തൊരു ഒലിപ്പിലാമേ. അയ്യോ, നിന്റെ അച്ഛനെ കാണുമ്പോ ഒലിപ്പിക്കാൻ. നിന്റെ അച്ഛൻ ആരടി? തേങ്കടോ? എന്റെ അച്ഛനെ പറഞ്ഞിട്ടല്ലോ. നിന്റെ അച്ഛനെ ഞാൻ പറയും. ഡിവോഴ്സ് കിട്ടിക്കോട്ട് ഈ മഹി ആരാണെന്നേ നീ ശരിക്കും അറിയും. ശരിക്കും അറിയും. അറിയാവുന്ന ചാന. മഹേഷേ പറയാളിയാ. ഞാൻ വീട്ടിലുണ്ടാ. മൂദേവി ഇവിടെ ഉണ്ട്. ശരി നീ വിളിച്ചാ തരാം. ഓക്കെ ശരി. നീ മൂദേവി എന്ന് പറഞ്ഞ ആരാ? മൂദേവി എന്ന് പറഞ്ഞത് ആരാ? എന്റെ ഭാര്യ. എന്ത് എന്റെ ഭാര്യ ഒന്നും പറയാനുള്ള അവകാശം എനിക്കില്ലേ? വിശക്കുന്നല്ലോ ദൈവമേ. ആപ്പിളാ കൊള്ളായിരിക്കും. വേണ്ട, ചിലപ്പോൾ വിഷം കുത്തി വെച്ചിരിക്കുന്നിരിക്കും. തൽക്കാലം തക്കാളി ഇതങ്ങനെ നിങ്ങള് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കരുതെന്ന്. നിനക്ക് നാണമില്ല ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ? നീ വാങ്ങിച്ച സാധനം ഇത് ഞാനോടെ ചേർന്ന് വാങ്ങിച്ചു വെച്ചാണ്. എഴുതി വെക്കാതെ നീയാണ് വാങ്ങിച്ചു വെച്ചെന്ന്. അല്ല, എഴുതി വെക്കേണ്ട കാര്യമില്ല. എന്റെ തക്കാളി എന്താ എനിക്കറിയാം. എന്റെ തക്കാളി 3 എണ്ണമാണ്. 3 എണ്ണം. ഏത് 3 എണ്ണം? ഈ വാടിയ 3 എണ്ണം കണ്ടാലും അറിയാടി നിന്റെ തക്കാളി. പിന്നല്ലാതെ പറ്റൂല. അത് എത്ര എണ്ണം എടുത്താൽ മതി. എന്നാ വേണമെങ്കിൽ ഔദ്യോഗികത്തിന് 4 മുളക് ഇരിപ്പുണ്ട്. എന്ത് ഒരു കുഴപ്പമില്ല. നല്ലപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിനക്ക് ഇപ്പൊ എന്ത് വേണം? ഞാൻ അല്ല അരിഞ്ഞത്. പോ. എന്റെ പുരുകത്തില് അയ്യോ കണ്ണിന് മുളക് വെച്ചേക്കും. മര്യാദ നിന്നോ. സത്യം നിന്നില്ല ഞാൻ എറിയും. നിന്നോ.
എന്ത് പറ്റിയടാ? നെറ്റിയില് പട്ടി അടിച്ചാ? നെറ്റിയിലാണോടാ പട്ടി അടിക്കണത്? എന്ത് പറ്റി? എന്ത് പറ്റി? എൻ്റെ ഭാര്യയില്ലേ, അവളുടെ അടുത്ത് പറഞ്ഞ് 1-2 പറഞ്ഞ് അടിയായി. അവള് കൈ കിട്ടി എന്തോ ഒരു സാധനം പിടിച്ചു ഒറ്റേറി. ഒന്നും പറയാൻ എൻ്റെ അളിയാ. അപ്പൊ 8ന്റെ പണി കിട്ടിയല്ലേ? അവക്കിട്ടൊരു പണി കൊടുക്കണോടാ. കൊടുത്ത പണിയെല്ലാം തിരിച്ച് നിനക്കല്ലേ കിട്ടാറ്, അതല്ലേ പതിവ്? അപ്പം അത് മാറ്റണം. അവക്കിട്ടൊരു നല്ല പണി കൊടുത്തേ പറ്റൂ. ഡേയ്, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയടാ, ചെലവ് ചെയ്യാടാ. ഓ, ഇതുവരെ പറഞ്ഞ ചിലവ് നീ നടത്തിയിട്ടില്ല, പിന്നെയാണ് പുതിയ ചിലവ്. അതിന് നീയൊക്കെ പറഞ്ഞ ഐഡിയ വല്ലതും വർക്കൗട്ട് ആവണ്ടേ? ചുമ്മാ ചിലവടത്താൻ പറ്റുമോ? അവള് ചില്ലറക്കാരിയല്ല നിന്റെ ഭാര്യ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അറിയാം. അവളെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നതിനേക്കാളും നല്ലത് മനഃശാസ്ത്രപരമായിട്ട് നേരിടുന്നല്ലേ. നീ മണിച്ചിത്രത്തായിട്ട് സണ്ണി കളിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞതല്ലേടേ. നീ ഞാൻ പറയുന്നത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേൾക്കണം. പറ്റുമോ? ഓവറാക്കി ചളവൊക്കെ പറഞ്ഞു തൊലയടാ. എടാ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ വിവാഹ ബന്ധത്തില്, നിങ്ങളുടെ വിവാഹ ബന്ധത്തില് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടാതെ ഭർത്താവിനോ ഭാര്യയ്ക്കോ വേറൊരു ഇണയുണ്ടെന്നറിയാം. എടാ, ഇണയെന്ന് വെച്ചാൽ നിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ നിനക്കോ വേറൊരു ഇണയുണ്ടെന്ന് അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവം. അയ്യ, അതിനിവിടെ ഒന്നും ഉണ്ടാകാതില്ലേ. ഞാനോട് പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കില്ലേ. അതിനിപ്പോൾ എന്തോന്നു പോകാൻ പറ. പിന്നെ അതുകൊണ്ടെങ്കിൽ എനിക്ക് അവക്ക് വേറൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലോ കൊല്ലും ഞാൻ അവളെ. പിന്നെ ഞാൻ എന്തിനാണെന്നും പറഞ്ഞു നടക്കുന്നത്. നിനക്ക് ദേഷ്യം വന്നില്ലേ? അപ്പൊ സംഭവം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടെന്നും നിനക്ക് വേറൊരുമായിട്ട് റിലേഷൻ ഉണ്ടെന്നും അവളും നീ തമ്മിൽ ഫോൺ വിളിക്കുന്ന ചുമ്മാ വിളിക്കുന്ന ആക്ട് ചെയ്യുന്നതും കല്യാണം കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ സൂക്ഷിച്ച് ജീവിക്കാൻ പോവാന്ന് എങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് മനസ്സിലാക്കണം. ഇതറിഞ്ഞ് അവൾ ആകെ അസ്വസ്ഥയാകും. അസ്വസ്ഥയാകുന്നത് മാത്രമല്ല, അവളൊരു ഭ്രാന്തി പോലെ അറിയും. അതൊന്നുമില്ല. ഇത് പരീക്ഷ ഇതാണ് നമ്മുടെ ഐഡിയ. ഇത് വർക്കൗട്ടാണ്. ബാക്കി പറ. ഇത്രയും പോരെ നിനക്ക്? ഇതറിയുമ്പം തന്നെ അവള് നാശകോശമാകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേ. ആണല്ലേ? അതിന് നമ്പർ ഇത്ര അറിയാം. പെണ്ണെന്നും പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കാം. അത് നമുക്ക് കറക്റ്റാ. അല്ല, അങ്ങനെയല്ല, നീ വിളിച്ചാൽ മതി, നമ്മൾ എടുക്കും. ഐഡിയ വർക്കൗട്ട് ആവുമായിരിക്കില്ലേ? ഞാൻ വിളിക്കും. വിളിച്ചിട്ട് താങ്ക് യു. ഒരു കിഴങ്ങനെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കിഴങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മരക്കിഴങ്ങ്. ആണും പെണ്ണും കേട്ട സാധനം. ശരിക്കും ഉമ്മ തരാൻ പോലും അറിഞ്ഞൂടാ. അതറിയോ? അതെ, ആട്ടിന് താടി പോലത്തെ ഒരു താടി, ആട്ടിന് തല പോലത്തെ ഒരു തലയും, ബാപ്പിളി മോന്തയും. വേട്ടാവളിയെ എത്ര പറഞ്ഞ കണ്ടോണ്ടിരിക്കുന്ന ഇങ്ങനെ. ഇതിന് ഒരു മോചനം വേണ്ട എനിക്ക്. ശരിയാക്കി തരാടി. ഇതിന് പകരം വീട്ടില്ലെങ്കിൽ എന്റെ വരുന്ന പട്ടി കിട്ടോ. ശരിയാക്കി തരാൻ തന്നെ. ശരി വക്കീലെ, വൈകിട്ട് കാണാം. വക്കീലിനോടായിരുന്നു. എന്ത് തെരുവട്ടികളോ നോക്കിയാണ്. എന്തൊരു ഭയങ്കര ശല്യം അല്ലേ? പട്ടികളൊക്കെ ില്ലേ സീറ്റി എന്തുണ്ട് മോളെ? ആടാ, കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? അമ്മയോടെ പോയി പുറത്ത്. അപ്പൊ വീട്ടിലാരുണ്ട്? ഓ, അവന് ക്ലാസ് ഇല്ലല്ലേ? മോളെ,
ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് അവൾക്ക് മോള് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഡിവോഴ്സ് ഒക്കെ 1 മാസം ഞാൻ പെട്ടെന്ന് കിട്ടും. വനിതാ ചേച്ചിയല്ലേ അത് ബാധിക്കുന്നത് കേട്ടോ. വനിത ചേച്ചി ബാധിക്കുന്നു. ഈ ഭ്രാന്ത് എന്തോടെ വന്നത്? അല്ല മോളെ ബാധിക്കുന്നല്ല, വനിതാ ചേച്ചി അത് പരിഗണിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കണ്ട. ഡിവോഴ്സ് ഇട്ടിട്ട് വേണം എനിക്കൊന്ന് അർമാദിക്കാം. നമുക്ക് രണ്ടു കൂടെ എവിടെയൊക്കെ പോകണമെന്നറിയാം. അടിച്ച് പൊളിക്കണം നമുക്ക് കേട്ടോ. ഓക്കേടാ, ഓക്കെ കുഴപ്പമില്ല. പ്രിയാമ വിളിച്ചാൽ മതി. ആടാ ഓക്കെ ലച്ചൂസേ, ഓക്കേടാ. ഓക്കെ ഓടാ. ലച്ചൂസോ? അതാരാ? പുതിയൊരു സാധനം. പുതിയ വക്കീലല്ലേ ആയിരിക്കും. അതേ തന്നെ എന്തിനാ ഞാൻ എൻ്റെ വക്കീൽ ഇടപെടണ? വേറെ പണിയില്ല. അല്ല, വക്കീലിന് കൊടുക്കോ? എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കെന്ത്. ആ സീറ്റി, എന്തൊക്കെയുണ്ട് മോളെ? സുഖമാണോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാ? നെയ്റോസ്റ്റാ? എനിക്ക് വയ്യ. ഞാനിവിടെ പിന്നെ ബ്രെഡ് ടോസ്റ്റും പിന്നെ കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു, അതും കൂടെ മിക്സ് ചെയ്ത്. മോളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം മോളുടെ കൈ കൊണ്ടൊരു നെയ്റോസ്റ്റൊക്കെ ഉണ്ടായി കഴിയും. എനിക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ അറിയാം. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ച സമയത്തും പിന്നെ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബാച്ചുലറായിട്ടൊക്കെ നിന്ന സമയത്തെ കുക്ക് ചെയ്യായിരുന്നു. അത്യാവശ്യമൊക്കെ നല്ലപോലെ കുക്ക് ചെയ്യായിരുന്നു. പിന്നെ അതിനുശേഷം വലിയൊരു സാധനത്തിനെ കിട്ടിയത്, അതിനാണെങ്കിൽ കുക്കിങ് അറിയത്തുമില്ല. അപ്പം നമ്മളെന്തായാലും കുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പതിയെ പഠിച്ചിരുന്നേ. ആണോ? നാളെ മീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കേടാ, ഓക്കെ ശരി റെഡി ആക്കി. ശരി ഓക്കേടാ, ഓക്കെ ആടാ. ഓക്കെ. ആരാ സ്വീറ്റി? സ്വീറ്റി വെച്ചുവാ? അവൻ എൻ്റെ പണ്ടത്തെ ഒരു ഫ്രണ്ടാ. ഓ, ഏത് ഫ്രണ്ട്? പണ്ടുള്ളൊരു ഫ്രണ്ടാണ്. എന്നെ പൊട്ടിയാക്കല്ലേ. ഞാനെന്തിനും നിന്നെ പൊട്ടിക്കണം? നീ ഓൾറെഡി ഒരു പൊട്ടിയല്ലേ. ഞാൻ നിന്നെ. എന്നാലും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ നിനക്കറിയാമല്ലോ. അപ്പൊ നിന്റെ ഫ്രണ്ട്സിനെ എനിക്കറിയണമല്ലോ. അപ്പൊ ആരാ? എന്നാലും ചിലപ്പോ എനിക്കറിയാവുന്ന ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കുമെങ്കിലോ. ആരാണ്? എനിക്ക് പറയാൻ സൗകര്യം ഞാൻ പറഞ്ഞത്. കുറച്ച് സമാധാനം തരുമോടി? ആരെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ? നിനക്ക് സമാധാനം തരാടാ, സമാധാനം തരാം. പൊളിച്ചു മുത്തേ, വേടാ നിന്റെ കളി എൻ്റെ അടുത്തടി. അളിയ പണിയേറ്റ്. ഓ ഏറ്റ അവള് വാങ്ങി തീ പിടിച്ച് നടക്കുന്നതായി. ഓ എൻ്റെ അളിയാ, താങ്ക്സ് ഉണ്ടറാ. ആദ്യമായിട്ടാണ് നീയൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യം നടക്കുന്നത്. സമ്മതിച്ചെന്ന് കേട്ടോ അളിയാ. എങ്ങനെടാ? നിനക്കൊക്കെ ഇതെങ്ങനെ അറിയാടേ? സമ്മതിച്ചെന്ന് കേട്ടോ അളിയാ. എടാ അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ചിലവിൻ്റെ കാര്യം ഒരു കാര്യം ഓർത്ത് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം കറക്റ്റ് പറഞ്ഞ കണക്കനെ നടത്തിയിരിക്കും കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ അളിയാ, കിഡിലുമായിട്ട് ഞാൻ ചിലവ് നടത്തിയിരിക്കും. അവിടെ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അളിയ ഞാനല്ലേ. ഓ അളിയ എന്നാൽ താങ്ക്സ് ഉണ്ട് കേട്ടോ അളിയാ. ഇനി കുറച്ച് നാട് ചത്ത നടക്കുന്ന എനിക്കൊന്ന് കാണണം അളിയാ.
എടാ ഞാനേ നിന്നെ വിളിക്കാം, കുറച്ച് പണികളുണ്ട് കേട്ടാ. ഞാൻ വിളിക്കാളിയാ ശരിയളിയാ. എൻ്റെ അമ്മേ എനിക്ക് ചത്താ മതി. വക്കീലെ ഞാനാ. അതെ, ഈ അഭി രാവിലെ മുതൽ ഏതൊരു സ്വീറ്റി ലച്ചു എന്ന് പറഞ്ഞ ഏതൊരു പെണ്ണിനെ എടുത്ത് ഫോൺ വിളിച്ച് ഭയങ്കര ശൃംഗാരം. ആ എനിക്കറിയില്ല ആരാന്നും. എനിക്ക് ആ ശൃംഗാരം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് നിക്കാൻ വയ്യ. ഡിവോഴ്സ് കിട്ടിയിട്ടേ അവനെ പറ്റി അടിച്ചു പൊളിക്കാനുള്ള പ്ലാനാ. ആ ആ ശരി, ഓക്കെ ഓക്കെ വിളിക്കാം. ശരി വക്കീലെ. ഹലോ, എന്ത് ചെയ്യായിരുന്നു? എപ്പോഴേ വിളിക്കുന്നു ഞാൻ? കുളിക്കായിരുന്നു. പിന്നെ അമ്മയോട് സംസാരിച്ചായിരുന്നോ? സംസാരിച്ചോ? എന്ത് പറഞ്ഞു അമ്മ? ഓക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ കല്യാണം ഉടനെ കാണുമല്ലേ? ആ അത് ഡിവോഴ്സ് 1 മാസം കൊണ്ട് കിട്ടും. നമ്മുടെ കല്യാണം ഗുരുയെ വെച്ച് നടത്താം. നമുക്ക് വലിയ ആഡംബരമൊന്നും വേണ്ട, ചെറുതായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ശരി. പിന്നെ ഗുരുവിനെ വെച്ച് കല്യാണം, പിന്നെ ഒരു തുളസി മാലകൾ. ആ ശരി. ഹണിമൂണോ? ഹണിമൂണൊക്കെ നിന്റെ ഇഷ്ടം പോലെ. പാരീസ് എങ്കിൽ പാരീസ്, എനിക്ക് എവിടെയായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് വീട്ടുകാരെ പറഞ്ഞ് സമ്മതിക്കാം. നീ സംസാരിച്ച അച്ഛനമ്മയൊക്കെ ഓക്കെ പറയുമല്ലോ. നീ ജോലിയൊക്കെ ഉള്ളതുകൊണ്ടേ അത് പെട്ടെന്ന് സമ്മതിക്കും. ശരി, ഓക്കെ. എന്ത് എന്ത് നീ പാർക്കടി ഫോൺ വിളിച്ച് ഉമ്മ എടുത്തേ. ഞാൻ ഇഷ്ടമുള്ളവർക്ക് ഉമ്മ കൊടുക്കും. ഇഷ്ടമുള്ളവർക്ക് ഉമ്മ എടുക്കും? കൊടുക്കും. പറ്റൂല. എന്ത് പറ്റൂല? ഞാൻ കൊടുക്കും. പറ്റത്തില്ല. അതൊക്കെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇഷ്ടമുള്ളവർക്ക് ഉമ്മ കൊടുക്കും. അത് ഇവിടെ നടക്കത്തില്ല. പിന്നെ ഉമ്മ കൊടുക്കാൻ പിന്നെ നിന്റെ സമ്മതമല്ലേ വേണ്ടത്? എന്റെ സമ്മതം വേണോടി. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നീ ആർക്കെങ്കിലും ഉമ്മ കൊടുത്തോ? ആർക്കും പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ പറ്റൂല. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അത് മുന്നോട്ട് ഞാൻ തീരുമാനിച്ചോളാം. അത് മനസ്സിലായ? ഇങ്ങനെ പിടിച്ച് തൊള്ളോടി. എന്താ പ്രശ്നം? പറ, എന്താ ഇപ്പൊ പ്രശ്നം? ഉമ്മ കൊടുക്കാൻ പറ്റൂല. ഉമ്മ കൊടുക്കണോ വേണേ ഞാൻ തീരുമാനിച്ചു. അതൊക്കെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പറ്റൂല. പറ്റും. പറ്റത്തില്ല. പറ്റും. നിനക്ക് നേരത്തെ ഉമ്മ കൊടുക്കാൻ അവളോട് കറങ്ങാൻ പോകെങ്കിൽ എനിക്ക് ഉമ്മയെ കൊടുക്കാൻ അവളുടെ കല്യാണം കഴിച്ചു പോവാ. ഞാൻ കറങ്ങാൻ പോണേ, നീ അവനെ കെട്ടാൻ പോടി. നീ അവളെ കൂടെ കറങ്ങാൻ പോകുന്നതിന് അപ്പൊ ഞാൻ കെട്ടും. ഞാൻ പോവും. ഞാൻ അവനെ കല്യാണം കഴിച്ച് ജീവിക്കും സുഖമായിട്ട്. ഉമ്മും കൊടുക്കും. ഞാൻ വെറുതെ പറഞ്ഞേ. എന്താ വെറുതെ പറഞ്ഞേ? ഞാൻ അവളുടെ കാര്യം വെറുതെ പറഞ്ഞേ. എന്തോന്ന്? അങ്ങനെ ഒരാളൊന്നുമില്ല. ഇല്ലേ? ഇല്ല. ശരി. എന്ത് ശരി? ഇങ്ങനെ എനിക്കും ഇങ്ങനെ ഒരാളില്ല. എങ്ങനെ ആളില്ലെന്ന്? പിന്നെ നീ കെട്ടാൻ പോണെന്ന് പറഞ്ഞ? പിന്നെ നീ അങ്ങനെ പറഞ്ഞപ്പോ ഞാനും അങ്ങനെ പറഞ്ഞു. ഞാൻ കറങ്ങാൻ പോണെന്ന് പറഞ്ഞ നീ കെട്ടുമല്ലേ? ഞാൻ കെട്ടും. നീ കെട്ടുന്ന എനിക്കൊന്ന് കാണണമല്ലോ. നീ കറങ്ങാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം. കാണണം. കാണാം. അയ്യോ, എന്റെ മക്കൾക്ക് എന്ത് പറ്റിയ?
മക്കളെ എന്ത് പറ്റിയടാ? വരുന്ന വഴിയാണോ? വരുന്ന വഴി പോകുന്ന വഴി അവിടെ നിന്ന് എന്റെ പിള്ളേക്ക് എന്താ പറ്റിയെന്ന് പറയാം. ഇല്ല ഇവക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. കുഴപ്പമൊന്നും ഇങ്ങനെ ബോധം കിട്ടി കിടക്കണേ. ഇങ്ങോട്ട് നോക്ക്. ഇത് അച്ഛൻ, മോളെ അച്ഛൻ, അത് മോളെ ഹസ്ബൻഡ്, ഇത് മോളെ നോക്കുന്ന ഡോക്ടർ. മനസ്സിലായോ? അങ്ങനെ ഒളിച്ചൊന്നും വെക്കണ്ട. എനിക്ക് ഏതാണ്ട് ഒരു യൂഹമൊക്കെ ഉണ്ട്. എന്നാലും ഡോക്ടർ വായി ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി എന്നിട്ട് ഇങ്ങനെ കൂട്ടുകാരന്റെ ഓസിന് ജീവിക്കുന്നതൊക്കെ നാണമില്ലേ? ആണുങ്ങളല്ലേ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. നീ എന്തോന്നല്ലേ പറഞ്ഞ? ആരൊന്നിച്ചെന്ന്? ആരുടെ പേര് നീ ചുമ്മാ പ്രാന്ത് പറയല്ലേ?